അവധി ദിനങ്ങൾ ആഘോഷമാക്കാതെ അടച്ചിടുകയാണ് ഒമാൻ. ഇന്നു മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചു. കടുത്ത നിബന്ധനകളാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പെരുന്നാൾ അവധി ദിനങ്ങളിൽ കോവിഡ് വ്യാപനം തടയുകയെന്ന ലക്ഷ്യത്തോടെ ഒമാനിൽ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലവിൽ വന്നു. ബലിപെരുന്നാൾ ദിനമായ ഇന്നു മുതൽ ജൂലൈ 24 ശനിയാഴ്ച വരെയാണ് ലോക്ക്ഡൌൺ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി രാജ്യത്ത് രാത്രികാല കർഫ്യൂ തുടരുന്നതിനിടയിലാണ് പെരുന്നാൾ അവധി ദിനങ്ങളിൽ സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് മരണങ്ങളും ICU കേസുകളും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി സ്വീകരിച്ചത്. ഇതോടെ രാജ്യത്ത് അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ആളുകളും വാഹനങ്ങളും പുറത്തിറങ്ങുന്നതിനും പൊതുയിടങ്ങളിലെ ഒത്തുചേരലുകൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ അവധി ദിനങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയില്ലെങ്കിൽ കൂടുതൽ രോഗവ്യാപനം ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് രാജ്യം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ബലിമാംസ വിതരണത്തിന് കർശന നിയന്ത്രണങ്ങളോടെ ചിലതിനൊക്കെ അനുമതിയും നൽകിയിട്ടുണ്ട്. ഫാർമസികളിലും കൂട്ടം കൂടിയുള്ള യാതൊരു ആഘോഷവും പാടില്ലെന്നും അറിയിച്ചു. രാജ്യത്തെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും എല്ലാവരും നിയന്ത്രണങ്ങളുമായി സഹകരിക്കണമെന്നും കോവിഡ് പ്രതിരോധത്തിനുള്ള സുപ്രീം കമ്മിറ്റി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. അതേസമയം അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജോയിന്റ് ഓപ്പറേഷൻ സെന്റർ മുഴുവനും പ്രവർത്തിക്കാം. റോയൽ ഒമാൻ പോലീസ്, ആരോഗ്യവകുപ്പ്, വാണിജ്യ മന്ത്രാലയം തുടങ്ങിയ എല്ലാ പ്രധാന വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് ഓപ്പറേഷൻ സെന്റർ. അടിയന്തര ആവശ്യങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കുമായി 1099 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സൂറിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ ഇളവ് നൽകാൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു. കനത്ത മഴയും കാറ്റും മൂലമുണ്ടായ നാശനഷ്ടങ്ങളുണ്ടായി ഇവിടെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണക്കിലെടുത്താണ് തീരുമാനം. ജൂലൈ 20-21 തീയതികളിലായിരിക്കും ഇളവ് നൽകുക. ഈ ദിവസങ്ങൾ രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെ ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ, ബേക്കറികൾ, റെസ്റ്റോറന്റുകൾ, ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോറുകൾ, ഇലക്ട്രിക്കൽ സാനിറ്ററി ഉപകരണങ്ങൾ വിൽപ്പനശാലകൾ, കാലിത്തീറ്റക്കടകൾ എന്നിവയ്ക്ക് പ്രവർത്തിക്കാം. ആളുകൾക്ക് ഈ സമയങ്ങളിൽ യാത്രാനുമതി ഉണ്ടായിരിക്കും. ദുരിത നിവാരണ പ്രവർത്തനങ്ങളടക്കം സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ തുടരാനും സുപ്രീം കമ്മിറ്റി അനുമതി നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.